പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്ത് ശക്തമായി വെളിപ്പെട്ടു വരുവാൻ കർത്താവ് ഇടയാക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു പോകാൻ. അപ്പോസ്തല പ്രവർത്തനം 4-31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ശക്തിയും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു പ്രവൃത്തിയും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ജീവിതവും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു കൂട്ടായ്മയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ആത്മീയ പ്രവർത്തനവും നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ വേണ്ടി നമ്മൾ കർത്തൃസന്നിധിയിൽ എന്നും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മീയ അഭിഷേകം അവരുടെ ജീവിതത്തെ മാറ്റാൻ ദൈവം ഇടയാക്കി. ഇത്രയും കാലം കർത്താവിന്റെ കൂടെ ആയിരുന്നിട്ടും ഒരു ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം പരിശുദ്ധാത്മാവിലുള്ള ഒരു ആത്മനിറവ് നമ്മൾ നിറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മനിറവിലേക്ക് അവർ കടന്നു വന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം ഒരു വലിയൊരു പെന്തക്കോസ്ത് അനുഭവം അവർ അനുഭവിച്ചത് പിതാവിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള ഒരു കൂട്ടായ്മത്വം അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടത് കൊണ്ടാണ്. അത് ലൂക്കോസ് സുവിശേഷം 24-ാം 49 പറയാം, എന്റെ പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾ അനുസരിക്കണം, വാഗ്ദത്ത പ്രകാരം നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ ദർശനം വെളിപ്പെട്ടതും അവരുടെ ജീവിതത്തിൽ ആത്മീയ ആലോചനകളെ ദൈവം പകർന്നു കൊടുത്തതും അവരുടെ കണ്ണുകളിലും കാതുകളിലും ജീവിതത്തിലും എല്ലാം വലിയ മാറ്റം വരുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറ്റാൻ ദൈവസന്നിധിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മൾ ഈ ലോകമകലം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ആത്മാവിന് പകരമായിട്ട് നമുക്കൊന്നും കൊടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ജീവിക്കണം. ഗലാത്യ ലേഖനത്തിൽ പറയുക, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. റോമാലേഖനത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാണ്. ഈ അവകാശികളായ നിങ്ങളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും ആത്മനിറവുള്ളവരായി ദൈവവചനം, ഈ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനല്ല, ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കണം. നമുക്കറിയാം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമം, ആ നാമം യേശുവിന്റെ നാമമാണെന്ന് നമുക്കറിയാം. യേശുവിന്റെ നാമം ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതിന്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകും. കാരണം ദൈവവചനം ലോകത്തെ അറിയിക്കുവാനും ആത്മനിർഭോടുള്ള ഒരു ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെടുവാനും സത്യസന്ധനായി കർത്താവിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യത്തക്ക വിധം ഈ പ്രഭാതം നമുക്ക് നൽകിയ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലാ ഈ പ്രഭാതത്തിൽ ഇരിക്കുന്നത്. നിന്റെ കൃപയിൽ നിറഞ്ഞ് കടന്നു പോകത്തക്ക വിധം നീ ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തെ പ്രസംഗിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരേ ഒരു രക്ഷകൻ,
അത് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഒരുക്കണം. നീ ഒരുക്കുന്ന കൃപയാണ് കർത്താവേ. കാരണം നിന്റെ നാമം പറഞ്ഞപ്പോൾ രോഗികൾ സുഖപ്പെട്ടു, നിന്റെ നാമം പറഞ്ഞപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു, നിന്റെ നാമം പറഞ്ഞപ്പോൾ പാപ ബന്ധന ഭാരങ്ങളെല്ലാം മാറി, വലിയ സമാധാനം വെളിപ്പെട്ടു, വലിയ ആത്മകൃപയിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയെങ്കിൽ ഞങ്ങളെല്ലാവരെയും നീ ബലപ്പെടുത്തണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.